എന്താണ് സാന്ദ്ര ഈ ഫയലാണ് ഞാൻ ക്ലയന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്? സാർ എന്നോട് ഈ ഫയൽ സബ്മിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. എനിക്ക് വാട്സാപ്പിൽ അയച്ചതാ. ഏത് സാർ? അതുകൊണ്ട് സാർ ഞാൻ ഉറക്കം പോലും ഇല്ലാതെ ചെയ്തത്. സാന്ദ്ര ഉറങ്ങിയോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ക്ലയന്റിന്റെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും മീറ്റിംഗ് നാളത്തേക്കാക്കാം. പക്ഷെ നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് എന്റെ ഡെസ്കിൽ ഫയൽ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? എത്ര പോ ചാണ്ടി എന്തുപറ്റി? എടി ഞാൻ ആളോട് 100 പ്രാവശ്യം ചോദിച്ചതാ ഇനി ഏത് ഫയലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഏത് ഫയലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആള് പറഞ്ഞ ഫയലാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എന്നിട്ട് ഇപ്പൊ പറയാതല്ല. നമുക്കറിയാം ഈ പീരിയഡ്സ് പെയിൻ വെച്ചിട്ട് ഞാൻ രാവിലെ 6 മണി വരെ വർക്ക് ചെയ്തതാ. എന്നിട്ട് 7 മണിക്ക് കുളിച്ച് ഓഫീസിലോട്ട് വന്നു. എന്നാ നീ ഒരു കാര്യം ചെയ്യും, റിസൈൻ ചെയ്യും. റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ ഇരുന്നാൽ ശരിയാണ്. ലോൺ ഉണ്ട്, അടവുണ്ട്. ആരോടാ നീ ഇതൊക്കെ പറയണേ? എന്നാ നീ വേറൊരു കാര്യം ചെയ്യും, ഒരു ലോങ് ലീവ് എടുത്ത് ഒരു ട്രിപ്പ് പോകും. അടിപൊളി. എന്നിട്ട് വേണം വർക്ക് ഫ്രം ഹോം വരാൻ. ഇങ്ങനെ പോയി ഞാൻ എന്തെങ്കിലും ചെയ്ത് ചാവും. അതെനിക്കും തോന്നുന്നുണ്ട്. വൈകാതെ സാറ് വിളിക്കുന്നുണ്ട്. ഞാൻ എനിക്കുള്ളത് വാങ്ങിട്ട് വരാം കേട്ടാ. ഹേ, ഇവിടെ പണിയെടുത്ത് ഞാൻ ഇങ്ങനെയോ ആയി. ഹലോ സാർ. സാന്ദ്ര കഴിഞ്ഞോ? ആ സാർ കഴിയുന്നു. വേഗം ചെയ്ത് അയക്കൂ. ഓക്കെ. ഹലോ. ആ സാർ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. ഓക്കെ സാന്ദ്ര, ഈ ഫയൽ ഞാൻ സബ്മിറ്റ് ചെയ്ത ക്ലയന്റ് അപ്പോൾ തന്നെ റിജക്ട് ചെയ്യും. ഇപ്പൊ സമയം 2 മണി. 3 മണി ആവുമ്പോഴേക്കും ഫയലിന്റെ സോഫ്റ്റ് കോപ്പി എന്റെ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നാളെ മുതൽ ജോലിക്ക് വരണ്ട. മോളെ, അമ്മ ഉറങ്ങിയില്ലേ? മോളിങ്ങനെ പണിയെടുക്കുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുക? ദാ ചായ കുടി. വർക്ക് കഴിയാറായോ? കുറച്ചുകൂടി ഉണ്ട്. മോളെങ്കിൽ ഒരു കാര്യം ചെയ്, ബാ അമ്മയുടെ മടി കുറച്ച് സമയം കിടക്കാം. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പണിയെടുക്കാം. ബാ. എൻ്റെ കുട്ടി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ബുദ്ധിമുട്ടാണെങ്കിൽ റിസൈൻ ചെയ്തോ. ലോണിൻ്റെ അടവ് ആലോചിച്ചിട്ടാണെങ്കിൽ അത് ഓർത്ത് എൻ്റെ കുട്ടി വിഷമിക്കണ്ട. അതിലിങ്ങനെ ഉറക്കം കളഞ്ഞ് പണിയെടുക്കുകയും വേണ്ട. എൻ്റെ കൊച്ചിങ്ങനെ കഷ്ടപ്പെടുന്ന കാണാൻ അമ്മയ്ക്ക് വയ്യാത്തോണ്ടാ. ഇനി നിന്നെ റിസൈൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ മോൾ അമ്മയോട് പറ. അമ്മ വന്ന് അവർക്ക് 2 നല്ല അടി കൊടുക്കാം. കഷ്ടപ്പാടാണെങ്കിൽ വിട്ടേക്കടാ. എൻ്റെ കുഞ്ഞിനെ നോക്കാനുള്ള ആരോഗ്യം അമ്മയ്ക്കുണ്ട് ഇപ്പോൾ. ഇതാലോചിച്ച് എൻ്റെ കുട്ടി വിഷമിക്കണ്ട. ഓക്കെ ആയോ? ഈ ചായ കുടി. എന്നിട്ട് പറ്റുന്ന പോലെ പണിയെടുത്താൽ മതി. ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പറ്റില്ലെങ്കിൽ വിട്ടേക്ക്. എൻ്റെ കുട്ടി അമ്മ നോക്കും. ചായയോ കാപ്പിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും അമ്മയോട് പറഞ്ഞാൽ മതിയേ. അമ്മ അപ്പുറത്തുണ്ട് കേട്ടോ, വിളിച്ചാൽ മതി. ഹലോ. ആ സാർ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടോ നോക്കൂ. നോക്കട്ടെ.